ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. നമ്മുടെ സമയത്തിൻ്റെ പരിമിതികളുള്ളതുകൊണ്ട് വേഗത്തിൽ ദൈവാത്മാവ് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു ദൈവവചനം പങ്കുവെച്ച് പ്രാർത്ഥനയോടെ നമുക്ക് മടങ്ങി പോകാം. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ ശബ്ദയോടെ വായിച്ചാൽ. Could we please turn our attention to the epistle of Romans chapter 11 verse 3 onwards. സ്തോത്രം. നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ്. വേഗത്തിൽ 1-2 കാര്യങ്ങളൊന്ന് ഓർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. This is a familiar passage that we were able to read today. നമ്മൾ വർഷ പ്രാർത്ഥനയിൽ റോമാലേഖനം കണ്ടിന്യൂസ് ആയിട്ട് ധ്യാനിപ്പാൻ കർത്താവ് സഹായിച്ചു. 8-ാം അധ്യായം We were able to meditate on Romans chapter 8 during our fasting prayer week. ഞാൻ വിശ്വസിക്കും പലരും റോമാലേഖനം വായിച്ചു തുടങ്ങിയതായിട്ട് അറിയുവാനിടയായി തീർന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയിക്കുകയാണ്. And I was made aware that many people began the study of the book of Romans, and I was very grateful to God for that. ആമേൻ. ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. And it says that even in this age there is a remnant according to the election of grace. ആമേൻ. എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിന് വേണ്ടി നിൽക്കാനുള്ള ചിലതിനെ കർത്താവ് മാറ്റി വെച്ചിട്ടുണ്ട്. In every age and every season God has selected and set apart a group who are meant for him. ശേഷിപ്പ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്യാഗം. അനേകര് വിശ്വാസത്തിൽ നിന്ന് കൃപയിൽ നിന്ന് അഭിഷേകത്തിൽ നിന്ന് വീണുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ചിലതിനെ കർത്താവ് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ചെറിയ ശേഷിപ്പ്. When we're talking about a remnant, we're talking about that small group. While many others have fallen from grace, while many others are backsliding from their trust and relationship with God, this is a remnant who have not fallen, rather they are stood firm on the foundation of faith that God has established in their lives. ശക്തമായ ദൈവ പ്രവൃത്തിയുടെ മുന്നേറ്റത്തിന് വേണ്ടി, ഉണർവിന്റെ വീണ്ടും ആരംഭത്തിന് വേണ്ടി എവിടെയെല്ലാം ശത്രു അടച്ചു വെച്ചോ തകർത്തിട്ടോ അവിടുന്ന് വീണ്ടും റീസ്റ്റോർ ചെയ്യുവാൻ ആർക്കും അറിയാത്ത ചിലതിനെ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. For the purposes of the kingdom of God, so that the work of God would be continued, so that the ark of the covenant would be continued to be carried. Whatever the enemy has tried to destroy and put a stop to, God has selected a remnant. He has sustained and he has kept safe a group who will continue the work of the Lord. ആമേൻ. കർത്താവിന്റെ വരവ് വരെ ദൈവസഭ മുൻപോട്ട് പോകണം. ശുശ്രൂഷകൾ വെളിപ്പെടണം, ആലോചനകൾ വെളിപ്പെടണം, ആത്മാവിന്റെ ആരാധന വെളിപ്പെടണം. എവിടെല്ലാം ആരെല്ലാം 10,000 വീണാലും അത് കണ്ടിന്യൂ ചെയ്യാൻ നാം അറിയാത്ത ചിലതിനെ സ്വർഗ്ഗം മറച്ചു വെച്ചിട്ടുണ്ട്. And until the coming of the Lord, the work of the kingdom of God, the church and its actions, its performance here on earth, its responsibility should be carried forward. And it doesn't matter how many fall, even if 10,000 fall away, God has kept a remnant that they would continue his hallelujah divine purpose. ആമേൻ. ഏലിയാവിന്റെ ഒരു വിഷയമാണ് പറഞ്ഞ് പൗലോസ് അത് സ്ഥാപിക്കുന്നത്. The example given here is that of Elijah. ഒരു പ്രത്യേക സമയത്ത് ഏലിയാവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിക്കുന്നു. In a particular time of Elijah's life, he said, hallelujah, I alone am left. ആമേൻ. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഏലിയാവ് മാത്രമാണ് ദൈവ ശബ്ദമായി നമുക്ക് തോന്നിയിട്ടുള്ളത്. Perhaps we might have thought that during the time of Elijah it was only he who was chosen to be the voice of God. ആമേൻ. വലിയ പ്രവാചകനായി നമുക്ക് അവനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. And the scriptures paint him and we interpret him to be one of the greatest prophets. ആമേൻ. രാജാക്കന്മാരുടെ ദേശത്തോടൊക്കെ വളരെ സധൈര്യത്തോടെ കൊട്ടാരത്തിൽ കയറിച്ചെന്ന് ദൂത് പറയുന്ന അഭിഷേകമുള്ളവനായിരുന്നു ഏലിയാവ്. An anointed man of God who was able to speak the message of God as it is to kings and to kingdoms, and he was so full of confidence that he would step into the palace and to the high courts to be able to declare the message of God. ആമേൻ. എന്നാൽ ഇസബേലിന്റെ ശക്തികൾ യഹോവയുടെ പ്രവാചകന്മാരെ ആമേൻ കൊന്നുകൊണ്ടിരിക്കുന്ന ഈ അഭിഷേകം വന്നപ്പോൾ ഇവൻ ഭയപ്പെട്ട് ഇവന്റെ നേരെയും ആ വെല്ലുവിളി കടന്നു വന്നു. ഇവൻ ഭയപ്പെട്ട് ഓടിച്ചെന്ന് ഒരു ചൂരത്തിന്റെ തണലിൽ കീഴിൽ മരിക്കുവാൻ കിടക്കുമ്പോൾ അവൻ പറയുകയാണ്, ആമേൻ, ഞാൻ ഒരുത്തനെ ശേഷിച്ചിട്ടുള്ളൂ. See, hallelujah, when the call, the challenge of Jezebel came and it started to rise and it
started to threaten the people of God. It threatened the prophets of God. Elijah was afraid by the spirit of Jezebel, and he ran and he decided to hide under a bush, and he said to God, Lord, it is only I who remain. How can I stand? But this is the reply that God gave to Elijah. That's what we read in verse 4. God says to Elijah, dear Elijah, there is something that you do not know. There is something that you are oblivious to, because I have kept for myself a remnant of 7,000 who have not bowed the knee to Baal. In other words, what God is saying is, the powers of Jezebel, powers of King Ahab, powers of the god of Baal, it doesn't matter how much you try to destroy the works of God, it doesn't matter how hard you try to destroy the people and the prophets of God, He has kept aside a remnant of 7,000 who are more than capable to begin the work from scratch. It is God who reveals and sets apart a people in every season. Understand that no powers of the land, no principalities can stop the work of God. It doesn't matter how hard the enemy tries. God has kept for Himself a remnant in every age and in every season, that there would be a group who would continue the work of God despite the opposition, despite the persecution they may face. See, as the response to Elijah's plea, the Spirit of the Lord reveals to him that there are 7,000 that have been kept for the work of God. Even in this generation, the Spirit of the Lord searches. When many, when the principalities and the powers of the enemy are trying to destroy the people of God, trying to destroy churches day by day, when many are falling from the faith, when many people say they no longer want this God, when people rise up saying that it was a mistake that I have followed Jesus, it was a mistake to take baptism. While all this may be occurring, while all this may be ongoing, there is a remnant that we do not know about, that God is preparing. And if we choose to stand, then we too will be numbered among the remnant. When someone somewhere is crying out to God and saying, Lord, there is no one left. Father, it is only I who remain. When somebody somewhere is crying out and saying, Father, the churches are breaking down, the churches are closing, people are falling from the faith, there is no one who stands for the things of God. People are falling away from the person of Jesus Christ. But at that time, we should be the remnant that God has set aside, that God can boldly say in response to that plea, no, there is something you do not know. There is a remnant that I have kept for myself, who have not bowed the knee to the enemy. Hallelujah.
കരവുയർത്തി കർത്താവിന് മഹത്വം കൊടുത്തു. Hallelujah. അവൻ ബാലിന് മുട്ടുമടക്കാത്ത ചിലതിന്, Some who have not bowed the knee to Baal. അവൻ ബാല് മുട്ടുമടക്കിയതുകൊണ്ട്, ബാലിന്റെ മുൻപിൽ മുട്ടുമടങ്ങിയതുകൊണ്ട്. There are those who Baal had forced that they would bow to him, and then there are those who have bowed voluntarily to Baal. നമുക്കറിയാം ബാലിനെ പറ്റി, നമുക്ക് എല്ലാവർക്കും അറിയാം. We all know about this Old Testament god named Baal. പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളെ വളരെ ശക്തമായി ദൈവത്തിന് അകറ്റിയ ഒരു ദുഷ്ട വ്യാപാരമാണ്. A spiritual force, an evil force of darkness that tried to pull away and wage war against the people of God. അവൻ ഓരോ ദേശത്തും അതിൻ്റെതായ ജാതികൾ, ദേവന്മാർ, ദേവതമാരൊക്കെ ഉണ്ട്. And there were the gods and the principalities were manifest in various ways, the idols that the Gentiles and the barbarians used to worship. ദേവന്മാരെ എല്ലാം പറയുന്ന ഒരു പേരാണ് ലോഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ്. ബാൽ എന്ന് പറഞ്ഞാൽ ലോഡ്. The name Baal means Lord. കനാനിയർ ആ ദേശത്ത് ഈ ബാലിന്റെ ശക്തികൾ വളരെ ശക്തമായി വ്യാപിച്ചുകൊണ്ടിരുന്നു. In the land of Canaan, the powers of Baal were very strong. ഇസ്രായേൽ മക്കൾക്ക് ദേശം വിഭജിച്ചൊക്കെ കൊടുത്തെങ്കിലും യുദ്ധമറിയാത്ത ഒരു തലമുറ ഇസ്രായേലിനുണ്ടായിരുന്നു. Even though the people of Israel were given the lands and it was all divided unto them, there rose a generation who did not know the art of battle. And they began to mix with the people of that land. Their sons began to take for themselves wives from these Gentile people. And not only that, their culture was influenced so that they began to build altars to Baal. They began to worship this foreign god. In every generation, the eye of the enemy is upon the youth, the young people. Oh, the offspring of the forefathers who received manna from heaven and who were led through the wilderness into the promised land, their offspring are now building altars and worshipping a foreign god. They forgot that they passed through the Red Sea. They forgot how water came out of the rock. When they entered into the promised land, very clear guidance and instruction was given to them. Do not mix with the Gentiles. Do not be influenced by foreign gods. But they did exactly that. They distanced, they began to drift from God. They left the true worship. They left their worship to the true God of Israel, and they began to offer worship to false gods. In other words, the people who were chosen to worship the true God of Israel are now bowing the knee to Baal. It's not because they didn't have the commandments. It's not because there was no worship. It's not because there were no prophets. It's not because there were no priests. But after a season, they forgot all of this. Dear child of God, it is a blessing that we have been brought, hallelujah, by God thus far. It is a blessing, hallelujah, that He has showered upon us all the things that we need for daily living and righteousness. But, dear children of God, we must remember never to bow the knee to any foreign gods, to any, hallelujah, foreign idols, never to, hallelujah, bow, or, hallelujah, to anything other than in the presence of God. There is, hallelujah, teaching that you have received, a holy teaching. There is a divine grace that you have been given. There is a divine anointing that you have been given. We are individuals called to be like Christ. We are, hallelujah, citizens of heaven. We are chosen people. We should not bow our knees before the world.
സർവശക്തിയോടുകൂടെ പിശാച് എഴുന്നേൽപ്പാനിടയായി തീരും. Because the enemy tries to use all his might and his schemes to take you away from the destination. അവൻ പ്രാർത്ഥനയായിക്കോട്ടെ, അഭിഷേകമായിരിക്കോട്ടെ, വിശുദ്ധ ജീവിതമായിക്കോട്ടെ, കളയരുത്. അവൻ ലോകത്തിന് മുൻപിൽ അടയറവ് പറയരുത്. നിന്നെ വരെ നിൽക്കാൻ തയ്യാറായോ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവകൃപ ഉണ്ടെന്ന് ദൈവസഭ മറക്കരുത്. Whether that's your prayer life, whether that's your meditation, whether that's your anointing, whether that's your spiritual fellowship, whatever it might be, do not lose it, do not forfeit it for the sake of gaining something in this world, because there is a divine call upon your life. അവൻ എല്ലാവരും ദൈവം ഒളിപ്പിക്കത്തില്ല. God will not hide everyone. എടുത്തു പറ 7000 പേര് അവരുടെ പ്രത്യേകത അവൻ ബാലിന് മുട്ടുമടക്കാത്തതിന് ഞാൻ മറച്ചു വെച്ചിട്ടുണ്ടെന്ന്. But here there is a specific 7,000 who did not kneel before the idol of Baal, and God says, I have kept them, I have hidden them away. അവൻ പലപ്പോഴും ചിന്തി കർത്താവ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാൻ എന്തിനാ ഇങ്ങനെ ഞരങ്ങുന്നത്, എന്തിനാണ് ഇങ്ങനെ ഭാരപ്പെടുന്നത് എന്ന് പലപ്പോഴും ഭാരപ്പെടുമ്പോൾ ഇന്ന് പകലൊക്കെ ദൈവത്തിന്റെ പൈതൽ നീ അറിയാത്ത പലതിനെ ദൈവം മറച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് പകൽക്കാലം മറക്കരുത്. Many times when we think to ourselves, Lord, why is it only me? Why is there nobody else? Father, I cannot see that there is anyone else to stand shoulder to shoulder with. Lord, why am I struggling? Why am I going through this suffering and this opposition? But remember, dear child, that the Spirit of God wants to remind you that there is a remnant that He has kept for Himself. They, hallelujah, have been hidden in His, hallelujah, divine ordination. ദൈവത്തിനെ മാറ്റിയിട്ടത് കൊണ്ട് നിനക്ക് എല്ലാവരെ പോലും ആകാൻ പറ്റാത്തത്. The reason, hallelujah, you can't be like everybody else is because you are called to be special. എല്ലാവരെ പോലെ നിനക്ക് പെരുമാറാനും സംസാരിക്കാനും പറ്റാത്തത് ആമേൻ നീ ഈ ശേഷിപ്പിനകത്തിരിക്കുന്നതുകൊണ്ട്. The reason why you can't respond and behave like everybody else is because you're part of this remnant. ആമേൻ ശേഷിപ്പിന്റെ നേരെ എന്നും യുദ്ധമുണ്ട്. Against the remnant there will always be a war. ശേഷിപ്പിന്റെ നേരെ എന്നും വെല്ലുവിളിയുണ്ട്. Against, hallelujah, the remnant there will also always be a challenge. ഒരു വർഷം എല്ലാവരെ പോലെ ശേഷിപ്പിന് സന്തോഷിക്കാൻ പറ്റത്തില്ല. Not everybody, hallelujah, can be joyous if you're part of the remnant. ചിലപ്പോൾ ഗുഹയ്ക്കകത്തിരിക്കേണ്ടി വരും. Perhaps you may be hiding away in the caves. എവിടെയൊക്കെയോ മറയപ്പെട്ടതായിട്ട് തോന്നും. Perhaps you feel like you're hidden away in the background. വിടുതല ഉയർച്ച ഇല്ലെന്ന് തോന്നും. You may think like there's no deliverance, there is no, hallelujah, success. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിപ്പോൾ ദൈവം മറച്ചു വെച്ച ശേഷിപ്പാണ് ഞാനും നീയുമുള്ളത് കുഞ്ഞേ, നീ മറക്കരുത്. But you and I should remember that we are the remnant that God has hidden, that He has kept for Himself, for His divine plan and purpose. Hallelujah. 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 ലഭിച്ച ദൈവകൃപ, The grace of God that we have received, ലഭിച്ച അഭിഷേകം the anointing that we have received. ഇന്നും നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഓർത്തോ, If, hallelujah, you must remember this. അവൻ ദൈവം മറച്ചു വെച്ച ശേഷിപ്പാണ് നീ. You are the remnant that God has kept to Himself. A remnant who has not bowed the knee, a remnant who has not knelt before the foreign gods. Hallelujah. Hallelujah. മുട്ടുമടക്കാത്തതിന് ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. A special protection for those who have not bowed the knee. ആമേൻ. പാപത്തിന് മുൻപിൽ മുട്ടുമടക്കാത്ത, ലോകത്തിന് മുൻപിൽ മുട്ടുമടക്കാത്ത വിശുദ്ധന്മാർക്ക് ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കർത്താവ് ഒരുക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. There is absolutely no doubt that God has placed a divine protection for those who have not bowed their knee to the world, who have not knelt before sin, who have not knelt to the enemy. Praise the Lord. Hallelujah. ഈ ഭാഗം വായിച്ചപ്പോൾ ഒരുപാട് കർത്താവിൽ സന്തോഷിപ്പാനിടയായി തീർന്നു. I was overjoyed as I meditated on this passage. ആമേൻ. ഈ കാലത്തും കൃപയാൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ശേഷിപ്പുണ്ട്. Because it said even in this age there is a remnant who have been, hallelujah, chosen by His grace. ആമേൻ. ഇത് കൃപയാലാണ്, പ്രവൃത്തിയാലല്ല. This is by grace, it is not by works. ഇന്നിപ്പോൾ എത്ര പേർക്ക് ഈ സന്തോഷമുണ്ട്? How many of you have that joy? ആമേൻ. ദൈവം എന്തൊക്കെയോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശേഷിപ്പിന്റെ അകത്ത് കൃപയാൽ നമുക്ക് വായിത്തീരാൻ ഇടയായല്ലോ. Oh, to understand, to realize that we also have been chosen to be part of this remnant. We have been, hallelujah, able to receive that divine grace to be chosen by God. അതുകൊണ്ട് ആമേൻ, നീ നമ്മെ നിരാശപ്പെട്ടു പോകരുത്. ആമേൻ. നന്മകളിൽ കൂടെ കേട്ടതുപോലെ
ദൈവത്തിന്റെ ആത്മാവ് ഒരു എൻകൗണ്ടറുകൾ ശേഷിപ്പിനെ വെറുതെ ഇരുത്തത്തില്ല. നിന്റെ ടൈം ആകുമ്പോൾ, നീ പുറത്തു വരേണ്ട സമയമാകുമ്പോൾ, എഴുന്നേൽക്കേണ്ട സമയമാകുമ്പോൾ, ഇത്രയും നാളും നിന്നെ മറച്ചു വെച്ച ദൈവ പദ്ധതി എന്തെന്ന് ദൈവത്തിന്റെ ആത്മാ പുറത്തു കൊണ്ടുവരുവാനിടയായി. So you need not be discouraged, you need not be afraid, you should not feel like you have been forgotten. Just as we heard earlier today, God will reveal to you a divine encounter. He will deal with your heart and He will bring you to His purpose. He will appoint you with a mission. How many times the enemy dragged you away? How many times the forces of Baal try to drag you away, making you say, I don't want the church, I don't want the worship, I don't want prayer, I don't want the Bible, I don't want God. How many times the enemy tried to deceive you? Were there not times when your faithfulness was questioned? Were there not times when your integrity was questioned? Have there not been times where you felt like everything you did was futile? Then why is it you're still here in the presence of God today? Why is it you were unable to run away though that's all you wanted to do? By grace, by divine grace, because the Holy Spirit has chosen you to be part of this remnant. By grace He has sustained you. Praise the Lord. Hallelujah. Hallelujah. Amen. Many times we have asked, Lord, have you really chosen me? Is there really a ministry you have seen in me? Father, what must I do? Do you really have a plan to do something with me? ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ശേഷിപ്പായിട്ട് നിന്നെ സ്വർഗ്ഗം മറച്ചു വെച്ചതാണെന്ന് ഇന്ന് പകൽക്കാലം അടിവരയിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുകയാണ്. When these are questions that were bubbling in our hearts because we didn't see anything happening, we felt like there was nothing going on, it was barrenness, it was an empty wilderness that we were journeying through. We couldn't see that we were called to any purpose or any ministry. We couldn't see the hand of God reveal itself in our lives. But the Spirit of God wants to remind you today, it doesn't matter what you see around you, it doesn't matter what the current circumstance might look like. By grace, by divine grace, the power of God reminds you today that you have been chosen, you have been selected to be part of this remnant. You will be sustained for the divine plan and purpose of God. Do not doubt your calling. Do not doubt your election. Do not doubt the plan of God. In verse 6 we're reminded, ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ആമേൻ. ഈ റോമാലേഖനം പൗലോസ് എഴുതുമ്പോൾ
നമുക്ക് ഈ യഹൂദന്മാർ, ഇസ്രായേൽ മക്കൾ അവരെല്ലാം തെരഞ്ഞു, പ്രവർത്തി കൊണ്ട് തെരഞ്ഞു. കൃപയാൽ ആ നീതി അവർക്ക് ലഭിക്കാതിരിക്കുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കുവാൻ ഒരു ശേഷിപ്പിന് ദൈവം ഭാഗ്യം കൊടുത്തത് കൊണ്ട് പൗലോസ് പറയുകയാണ്, കുറെ പേര് തെരഞ്ഞു, അവർക്കത് പ്രാപിക്കാൻ കഴിയാതിരിക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ചിലതിന് വിശ്വാസത്താലുള്ള നീതീകരണം, കൃപയാലുള്ള രക്ഷ അവർക്ക് ലഭിക്കാനിടയായി തീർന്നു. See, as Apostle Paul writes these words, he writes it in the context of a Jewish culture where they have sought after the favor of God. They have sought after the purpose and divine plan of God. But he says that by works they were unable to obtain what they sought. They could not, hallelujah, receive what God had planned. But us, because of grace, because, hallelujah, of the grace of God, we have received what they did not, hallelujah, obtain. Because, hallelujah, of not because of works, but because of by faith and because of grace, we have received divine salvation. We can see that also in chapter 9, verse 30 and 31. വിശ്വാസത്തിലുള്ള നീതി തന്നെ എന്തുകൊണ്ട് ശ്രദ്ധിച്ച, എന്താണ് അവർക്ക് പ്രാപിക്കാൻ കഴിയാതെ? അവര് പ്രവർത്തിയാൽ അത് പ്രാപിപ്പാനായിട്ട് ശ്രമിച്ചു. Even Apostle Paul poses the question, so why is it that they were unable to obtain the righteousness that they so desperately looked for, that they desperately searched for? Apostle Paul says it's because their method, their mode was through works. നമ്മൾ കൃപയാൽ ഒരു പ്രവൃത്തിയും ചെയ്തില്ല. കർത്താവ് തെരഞ്ഞെടുത്തത് ഓർത്ത്, നീതീകരിച്ചത് ഓർത്ത്, രക്ഷ നൽകുന്നത് ഓർത്ത് സഭ ഒരുമിച്ച് കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. Thank you, Jesus, for your grace. Thank you, Jesus, for your grace. It was not by my works, but because of your grace I have been chosen. Praise the Lord. And then it says, it says the rest were blinded. That is a big, that is noteworthy point. ദൈവശബ്ദം കേട്ടിട്ട് ദൈവത്തിന്റെ ആലോചന വെളിപ്പെട്ടിട്ട് ദൈവഹിതം വ്യക്തമായി കർത്താവ് പഠിപ്പിച്ചു കൊടുത്തിട്ട് അതനുസരിക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ, അതനുസരിച്ച് മാനസാന്തരപ്പെടുവാൻ, മാറ്റം വരുത്തുവാൻ കഴിയാതെ ദൈവത്തിന്റെ വചനത്തോട് മറുതലിച്ചപ്പോൾ അവരുടെ ഹൃദയം കഠിനപ്പെട്ടുവാനിടയായി തീർന്നു. See, what you need to understand here is this: despite God having revealed to them the truth, despite Jesus having taught to them the ways of the kingdom of God and the heart of God, despite trying, hallelujah, to reveal to them how they must move forward, here is a group of people who have hardened their hearts such that they would not receive the teachings and the, hallelujah, divine instruction. There are two types of people. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് പരിവർത്തനം, ഹൃദയത്തിനകത്ത് മാനസാന്തരം, ഹൃദയത്തിനകത്ത് അനുതാപം ഉണ്ടാകുന്ന ഒരു കൂട്ടരുണ്ട്. There is one group of people who are the kind of people when God speaks, when the Spirit of the Lord speaks, when they are able to hear that God wants to speak to them, they respond to that with open hearts. They respond to that with repentance, with transformation, and with reflection. ഹൃദയം കഠിനപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. But then there are another group who harden their hearts. It's not just by hearing once that you're able to harden your heart. അവരുടെ ഗുണീകരണത്തിന്, ശുദ്ധീകരണത്തിന്, മാനസാന്തരത്തിന്, പാപവഴി വിടുവാൻ, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ അവൻ പല നിലകളിൽ, പല ഇടങ്ങളിൽ, പല പ്രാവശ്യം ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചിട്ട് ബുദ്ധി കൊണ്ട് ദൂതുകളെ അളന്നിട്ട് ഹൃദയം കഠിനപ്പെട്ടിട്ട് ദൈവത്തിന് അകന്നു പോകുന്ന കഠിനപ്പെട്ട ഒരു കൂട്ടർ. This is a process that occurs over time when the Spirit of the Lord tries to speak to this group of people. It's not once, it's not twice, it's over and over again. They reject the teaching of the Holy Spirit. They reject the message of God. They harden their hearts to the voice of God. They refuse to listen. They are stubborn and obstinate. ആ കൂട്ടർക്ക് വന്ന ഒരു അബദ്ധം, എട്ടാമത്തെ വാക്യം. And then we read in verse 8. ദൈവം അവർക്ക് എന്തോ കൊടുത്തു? അറ്റ കൈക്ക് കൊടുക്കുന്ന ഒരു സാധനമാ. എന്താണ്? ഇവിടെ അത്യാവശ്യം നിദ്രയുണ്ട്. ഗാഠനിദ്രയിലോട്ട് എന്ത് ചെയ്യില്ലേ? ആരും പോകരുത്. സ്തോത്രം. ഗാഠനിദ്രയ്ക്ക് എന്തോ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നു. It says there in verse 8 that God has given them a spirit of stupor. Spirit of stupor. മൂന്നാലെണ്ണം കൂടെ പറയാം. Spirit of slumber, spirit of deep sleep, spirit of drowsiness,
spirit of insensibility, stubborn spirit. Praise God. Praise the Lord. Amen. So ആർക്ക് കൊടുത്തു? Who were given these ഒരു spirits? വശത്ത് പരിശുദ്ധാത്മാവിനെ കർത്താവ് കൊടുക്കുന്നു. On one side, when God gives the Holy Spirit, ഒരുക്കപ്പെടുന്ന മാനസാന്തരപ്പെടുന്ന ദൈവത്തിലേക്ക് വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവന്റെ അകത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കും. when hallelujah, to those who are prepared, those who are thirsty and hungering after the Spirit of God and seeking after the face of God, God gives, He gifts the Holy Spirit to them to deal in their hearts in such a manner. എന്നാൽ ഏത് ദൂത് കേട്ടാലും ആലോചന കേട്ടാലും മാനസാന്തരപ്പെടാൻ മടങ്ങി വരാൻ മാറ്റത്തിന് തയ്യാറാകാതെ ഹൃദയം കഠിനപ്പെടുമ്പോൾ അവൻ ദൈവം കൊടുക്കുന്ന മറ്റൊരാത്മാവുണ്ട്. But hallelujah, here we see another group of people. They are not preparing themselves. They are not receptive to the voice of God. They have hardened their hearts. They reject the teachings of the Holy Spirit. They reject hallelujah, the guidance of God. They refuse to listen. They have hardened their hearts, and God gives them another kind of spirit. മലയാളത്തിൽ ഗാഢനിദ്രയാണ് എഴുതിയേക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിലാണ് അത് ഒന്നുകൂടെ ഒരു മത്സരത്തിന് അല്ലെ ഇൻസെൻസിബിലിറ്റി അല്ലെങ്കിൽ ആത്മീയ വിഷയത്തോട് മരിവിച്ചിരിക്കുന്ന ആത്മീയ വിഷയത്തെ അതിന്റെ ഗൗരവത്തോടെ കാണാൻ കഴിയാതിരിക്കുന്ന ഒരു മനോഭാവം. When you understand that phrase, you're able to realize that the implication here is talking about a spirit that is such that those individuals are numb. They are not able to respond to the teachings of God or to the voice of God. എന്നിട്ട് അവർക്ക് കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും. And for them they have also been given something else, eyes that do not see and ears that do not hear. എല്ലാവരും ശ്രദ്ധിക്കണേ. ഈ ആത്മാവ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകത അവന്റെ ആയുസ് പിന്നെ എന്ത് കേൾക്കത്തില്ല. അവൻ ദൈവത്തിന്റെ ദൂതായിട്ട് മാനസാന്തരമായിട്ട് അനുതാപമായിട്ട് അവന് കേൾക്കാൻ അവന്റെ ചെവി അടഞ്ഞിരിക്കുകയാണ്. See, once this happens, once this process occurs, that person can never again be able to hear the voice of God. They will not be able to recognize the message of repentance. They would not be able to recognize the message of edification and correction. They have been closed. Their ears have been closed that they would not hear and be able to respond to the message of God. They're unable to see the works of God. I was afraid when I read that passage. Praise the Lord. Hallelujah. Regardless of how much worship there might be, regardless of how tangible the presence of God might feel, the person who has this kind of a spirit would not be moved. They would not be able to respond. They would not be able to sense the call of God. Can you understand this for a moment? That those of us who pray and prepare to hear the voice of God and who come with a longing and a desperation to hear the guidance of God in our lives, when we are able to experience that voice of God and we are able to hear the call of God and we are able to recognize that we have been called to repentance and we have the spirit of conviction to correct us from the ways where we have gone wrong, those kind of people would be unable to respond to the move of God. I would like to remind the church of a very important message. We should be careful not to receive this kind of a spirit. We should not become enslaved to this spirit. When is it that this spirit is sent? When your heart is hardened. But if by grace we are able to respond to the call of the Holy Spirit, we're able to surrender ourselves in humility to repentance and correction, then this bondage would be broken.
broken. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അറിഞ്ഞോ അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തി മൂലം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് വാതർന്ന് പ്രാർത്ഥിച്ച കർത്താവ് എനിക്ക് മനസ്സിലായിട്ടില്ല അറിയുന്നില്ല എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവ ശബ്ദം കേൾക്കാൻ കഴിയാതെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവ പ്രവൃത്തി കാണാൻ കഴിയാതെ എന്റെ കാതും എന്റെ കണ്ണും മന്ദമായി പോയെങ്കിൽ ആത്മീയ വിഷയത്തുള്ള ബന്ധത്തെ മരവിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ സമ്മതിക്കുന്നു എന്നെ ഉണർത്തണമേ. If there is any among us today who has come and has recognized that, Lord, somewhere, somehow, my heart has been hardened. I have been unable to recognize the call of God for a while now. I have not been able to hear your voice. I have not been able to sense your presence and to be able to feel your correction and your guidance. Then if we're able to surrender today to say, Lord, Father, this is my situation. Father, I pray that you awaken my spirit once again. യെശയ്യാ പ്രവചനം 29-ാം അധ്യായം 10-11 വാക്യങ്ങളൊന്ന് വായിച്ചേ. യഹോവ ഗാഢനിദ്ര നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു. അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടം ഇട്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അതിനെ അക്ഷരവിദ്യയുള്ള ഒരുത്തന്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് വഹിയ അതിന് മുദ്രയിട്ടിരിക്കുന്നു. ഈ ഗാഢനിദ്ര, ഈ ഒരു സ്പിരിറ്റ് ഇതിനകത്ത് നിയന്ത്രിക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ആഗ്രഹം വരും എന്തെങ്കിലുമൊക്കെ ദൂതൊക്കെ. പക്ഷേ കർത്താവ് എന്ത് ചെയ്തിട്ടിരിക്കുക? മുദ്രയിട്ടിരിക്കുക. അതിനെ എടുത്ത് കൈ വെച്ചാലും ഒന്നും വെളിപ്പെടത്തില്ല. ഇനി നമ്മൾ ഒരു ചാർട്ടഡ് ഫ്ലൈറ്റിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചെന്ന് പറഞ്ഞാലും ഈ ഗാഢനിദ്രയുള്ളവൻ്റെ ഇടയ്ക്കൽ ഒരു ദൂതും. കാരണം ഈ നമുക്കറിയാം ശൗലല്ലേ അമിസ്വത്ര ഒരുപാട് ഓടിയാണ്. പുള്ളിക്ക് ഇടയ്ക്ക് ഒരു ആത്മാവ് കയറിയിട്ട് ഇപ്പം എനിക്ക് എന്തോ കേൾക്കണം, ഇപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ആവശ്യം വരുന്നത് കേൾക്കണം. ഇടയ്ക്ക് നല്ല സമയത്ത് ഒന്നും ദൂത് കേൾക്കേണ്ട, പുള്ളി കുന്തവും കൊണ്ടുള്ള ഓട്ടം വരാം. പക്ഷെ ഇടയ്ക്ക് പിടിവിട്ടപ്പോൾ മനസ്സിലായി ഇടയ്ക്കിടയ്ക്ക് ഒരു ദൂത് കേൾക്കുന്നത്. പുള്ളി എല്ലായിടത്തും ഓടിപ്പോയി. അവൻ പ്രവാചകന്മാരുടെയൊക്കെ ചെന്ന് അവർക്കെന്തോ ഇല്ല, ദൂതില്ല. അമ്മ സ്തോത്രം. അമ്മ കരഞ്ഞു നോക്കി ദൈവത്തിന് സംസാരിക്കാനില്ല. അമ്മ അവസാനം എവിടെ ചെന്നു? വെളിച്ചപ്പ എടുത്ത പോയി ആ ഗതികേട് വന്നു. ഞാൻ പറഞ്ഞത് ദൈവം ചില സമയത്ത് ദൂത് പോലും അടച്ചു കളയും കേട്ടോ. See, notice this, hallelujah, we read through this passage that, hallelujah, once this spirit, hallelujah, has manifested itself in your life, there might be a desire in your heart that suddenly you want to hear the voice of God, suddenly you want to feel the presence of God, suddenly you want to know the guidance and the plan of God in your life. But here it's reminding us that even when those desires begin to rise in our heart, God has already sealed it, because you have received for yourself that kind of a spirit. If we consider the example of Saul, at one point he lost the spirit of God, and he was moved because he wanted to somehow once again hear God's voice, and he was running left and right trying to find where he could hear the voice of God, but there was nowhere that he could, hallelujah, hear the voice of God. He was so desperate that he ended up running to the, hallelujah, sorcerer, to the witch, and even there he was unable to hear God's voice. Praise the Lord. ഞാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവസഭയോട് സ്നേഹത്തിൽ പറയാനുള്ളത്, എനിക്കും നിനക്കുമുള്ള ദൂത് ആമീൻ ദൈവാത്മാ മുദ്ര ഇട്ട് കഴിഞ്ഞാൽ നാം എത്ര പ്രാർത്ഥിച്ചാലും ഒരു ദൂത് പോലും ദൈവത്തിന് സംസാരിക്കാനില്ല. അത് വരുന്നതിന് മുൻപേ കൃപയാളുള്ള തെരഞ്ഞെടുപ്പും പ്രകാരം ഒരു ശേഷിപ്പിന്റെ അകത്ത് നീ ആയിട്ടുണ്ടെങ്കിൽ ഇന്നും ആ കൃപയുടെ കരം നിന്നെ നീട്ടുകയാണ്. ഇത് നീ മിസ്സാക്കി കളയരുത്, നീ നഷ്ടപ്പെട്ടു പോകരുത്. ബാലിന് മുട്ടുമടക്കാത്ത ഒരു കൂട്ടം മാറുന്നത് പോലെ ഈ തലമുറയിൽ ആത്മാവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുകയാണ്. Dear children of God, I hope you have understood the essence of today's message, because hallelujah, if you have once you have hardened your heart and you receive this spirit of stupor or this spirit of slumber, then from that point on it is no longer possible for you to respond to the voice of God. You can no longer hear the whisper of the Holy Spirit. You will no longer be able to feel the guidance of God. So I am reminding you today that before that dreadful, hallelujah, situation occurs in your life, you must make a decision to come to the presence of God and to say, Lord, I do not want that horrible fate to happen to me. I want to be saved from that, hallelujah, situation. I pray that you awaken my spirit once again.
ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? Could we close our eyes for a moment in prayer? ദൂത് വേണം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? How many of you desire to hear the voice of God? ദൈവ ശബ്ദം കേൾക്കണം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? How many of you desire to hear the message of God? മരണം വരെ എനിക്കുള്ള വെളിപ്പാട് മുദ്രയിടരുത്. Lord, I pray that you would not cut away, you would not seal off the voice of God from me. എന്റെ അവസാന ശ്വാസം വരെ ദൈവ ശബ്ദം എനിക്ക് കേൾക്കണം, അത് മുദ്രയിടരുത്. Father, till my dying breath, I want to be receptive to the voice of God. I don't want you to take it away from me, oh Lord. അവിടുന്ന് പകൽക്കാലം പ്രായവിടയങ്ങ് ഹൃദയം കഠിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ഇരിപ്പിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? Could we just take a moment to pray just as we are, to say, Lord, even hallelujah, even if your situation is one where you have a hardened heart and you haven't been able to hear, just to say, Lord, here I am today. കൃപയാൽ പിന്നെ മടക്കി വരുന്ന ദൈവം ശക്തനാണെന്ന്. By grace, He is able to bring you back. കുഞ്ഞിനെ വിലയേറിയവനും മാന്യനുമാണ്. Oh, you are valuable and honorable. അവൻ അനേകരെ പിശാച് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ When the enemy tries to destroy many ഒരു വലിയ around you, ദൈവിക പദ്ധതിക്ക് വേണ്ടി ഒരു ശേഷിപ്പിനെ ദൈവം മറച്ചു വെച്ചിരിക്കുക. God has kept for Himself a remnant. നീ ഒരു ശേഷിപ്പാ. You are a part of that remnant. ഒന്ന് പറഞ്ഞു ഞാൻ ഒരു ശേഷിപ്പാന്ന് Could you പറഞ്ഞു. say that I'm part of that remnant? ദൈവം എന്നെ മറച്ചു വെച്ചിരിക്കുകയാ. To say God has hidden me away. നീ മുട്ട് മടക്കരുത്. Do not bow the നീ knee. അടിയറവ് പറയരുത്. Do not hallelujah forfeit to the നീ enemy. വിട്ടുകൊടുക്കരുത്. Do not give yourself over to the enemy. സഭയോട് പറഞ്ഞതുപോലെ നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നീ സൂക്ഷിച്ചോണം. To say hallelujah to yourself that nobody would be able to steal from me that crown that is designated for me. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. I have only little strength. നീ വചനം കാത്തോണം. But you must hallelujah keep the word. കർത്താവിനോട് ചേർന്നിരുന്നോണം. You must draw near to Christ. അവൻ അറിയാതെ പോലൊക്കെ നീ പ്രാർത്ഥിച്ചോണം. You must hallelujah decide to pray. ദൈവത്തിന് മുൻപാകെ നിലവിളിച്ചോണം. You must hallelujah weep before God. ദൈവം മാറ്റിയിട്ട ശേഷിപ്പാണെന്ന്. Because you are a remnant that He has kept for Himself. കരയുന്നവർ അവൻ ഇല്ലാതാകുമ്പോൾ നിനക്ക് മാത്രം കരയാൻ ഒരു ഭാരതം നിങ്ങൾ ഓർത്തോണം. അവൻ ദൈവം മാറ്റിയിട്ട ശേഷിപ്പ് ദേശത്തിന് വേണ്ടി ഇടിവ് നിൽപ്പാൻ ദൈവം നിന്നെ കണ്ടത് കൊണ്ട് ആർക്കുമില്ലാത്ത ആത്മഭാരം നിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് വരുന്നത്. When nobody around you seems to want to pray or to cry, the reason why you have been given that burden is because God has chosen you to be a remnant. He has set you aside. He has elected you for that divine purpose. അവൻ ആർക്കുമില്ലാത്തതുപോലെ സുവിശേഷം പറയുവാൻ ദേശത്ത് ഇറങ്ങുവാൻ നിന്റെ അകത്ത് താല്പര്യപ്പെട്ട ഓർത്തോണം. ദൈവം മാറ്റിയിട്ട ശേഷിപ്പാണ്. അതുകൊണ്ടാണ് നീ പോലും അറിയാതെ ആ ഒരു എരിവ് നിന്റെ അകത്ത് വരുന്നത്. You must recognize that you are that remnant. That's why you have this zeal within your heart that nobody else, hallelujah, can relate to. അവൻ പ്രാർത്ഥിക്കണം, ശുശ്രൂഷ പ്രാപിക്കണം, അഭിഷേകം വേണം, വെളിപ്പാട് വേണമെന്ന് നിന്റെ അകത്ത് ഒരു വലിയ എരിവ് ഈ ദിവസങ്ങൾ ആത്മാവ് തരുന്നുണ്ട്. ഓർത്തോണം ദൈവം മാറ്റിയിട്ട ശേഷിപ്പാണ് നീ. If you are having that desire to want to go into ministry, to receive more from God, to hear the voice of God, to be guided by the Spirit, then you must recognize that that is not a coincidence. That is because you have been chosen as a remnant of God. ആമേൻ. സോദരം, ഈ ബ്രിട്ടനെ പറ്റി പറയുന്നത് ക്രിസ്ത്യാനിറ്റി മരിച്ചുപോയ രാജ്യമെന്നാണ്. Many people say about Britain that it is the land where Christianity is dead. അനേക ഇവിടെയുള്ള പഴയ ആർച്ച് ബിഷപ്പുമാരൊക്കെ പറയുന്നത് അവൻ കഴിഞ്ഞു, ക്രിസ്ത്യാനിറ്റിയുടെ കാലം കഴിഞ്ഞെന്നാണ്. Many of the prominent leaders of the Christian faith in this country, the archbishops, hallelujah, they say that the time, the age of Christianity is gone. Christianity is dead. പക്ഷെ ഒരു ശേഷിപ്പിടെ ദൈവം വെച്ചിട്ടുണ്ട്. But there is a remnant വീണ്ടും ആരംഭിക്കുവാൻ. that it would restart. ശൈത്താൻ ഓർപ്പിച്ച് എന്തിനാണ് അവൻ ഇവിടെ വന്നത്? Hallelujah, we were reminded this morning, hallelujah, why is it that we have come here? അവൻ എന്തിനു വേണ്ടിയാണ് ദൈവം കൊണ്ടുവന്നത്? Why is it we have been brought here? ശേഷിപ്പായി കണ്ടതുകൊണ്ട് കറങ്ങി തിരിഞ്ഞ് ഇവിടെ ദൈവം കൊണ്ടിട്ടത്. It is because He has seen you as part of that remnant that He has brought you to this very city. രാജ്യത്തോട്ട് പോകുവാൻ അവസരമുണ്ടായിട്ടും ഇവിടെ വന്നത് ഈ ദേശത്തിന്റെ ഉണർവിന്, ഈ ദേശത്തിന്റെ വിടുതലിന് ശേഷിപ്പിന്റെ കൂട്ടത്തെ സ്വർഗ്ഗം നിന്നെ മറച്ചു വെച്ചതാണ്. Though you had the opportunity to go to various other places, the reason why God has brought you here is because you are part of that remnant, because God has seen you with a divine purpose. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. Could we just rise to our feet for a moment in prayer? നിങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കിക്കേ. Could we, hallelujah, focus our hearts before God? ഒരു വാക്ക് പ്രാർത്ഥിച്ചേ.
just to say a humble prayer. കർത്താവേ, എന്റെ ഹൃദയം കഠിനപ്പെട്ടു പോകരുത്. Father, that my heart would not be hardened. നിന്റെ വാഗ്ദത്തങ്ങൾ വചനങ്ങളെ അവിശ്വസിപ്പാനിടയാകരുത്. That I would not, hallelujah, be caused to disbelieve or to doubt the message and the voice of God. കർത്താവേ, ഈ 5-ാം മാസം എനിക്കൊരു എൻകൗണ്ടർ നൽകി തരണമേ. Father, in this 5th month, I want an encounter from you. എത്ര പേര് ആഗ്രഹിക്കുന്നു? How many of you desire that? ആദരം തോന്നുന്ന 1-2 മിനിറ്റ് പ്രാർത്ഥിച്ചേ. If you have that desire, if you genuinely have that desire, could you take a moment to pray? ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത ഒന്നിന്റെ മുൻപിൽ മുട്ടുമടക്കാൻ എനിക്കിടയാകില്ലേ? Father, I pray that you would not allow me to bow my knee to anything that is contrary to the will of God. അവൻ കൃപ വിട്ടുപോകുന്നതിന് മുൻപിൽ, before the things that would cause me to lose my grace, അഭിഷേകം ചോർന്നു പോകുന്നതിന് മുൻപിൽ, to the things that would hallelujah seep away my anointing, ഞാൻ മുട്ടുമടക്കാനിടയാകില്ലേ? that I would never bow my knee. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? How many of you wish this? എന്തോ നമ്മളിലൂടെ ആരംഭിപ്പാൻ ദൈവം ആഗ്രഹിക്കുക. Because God wishes to begin a work in you. ശത്രു പറഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞത് ദൈവം വീണ്ടും തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. That which the enemy said is finished, is over, God wishes to begin. ദേശത്തൊരു ഉണർവിന്റെ കാറ്റടിക്കും. Because there is a wind of revival that is blowing in the land. നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങളുടെ നാവിനെ കർത്താവ് കണ്ടിരിക്കുകയാണ്. Because God has seen you, your voice. അന്ത്യകാലഘട്ടത്തിന് ഉണർവിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് സഭയെ നയിക്കും. Because God wants to lead the church to the revival of the last days. തലമുറയെ പരിശുദ്ധാത്മാവ് കണ്ടിരിക്കുകയാണ്. God has seen you and your family. നിന്റെ ഹൃദയം കഠിനപ്പെട്ടു പോകരുത്. Oh, do not harden your hearts. ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം. Perhaps you might think that you have not done anything. ടൈം വേസ്റ്റ് ആയി പോയെന്ന് തോന്നിയേക്കാം. You might think that your time has been wasted. ഇന്ന് പകൽക്കാലം ഉറപ്പിച്ചു പറയുന്നു, ആ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശേഷിപ്പിനകത്തുള്ളത് കൊണ്ട് ദൈവം ഇത്രത്തോളം നിന്നെ മറച്ചു വെച്ചത്. But you must recognize that because by grace He has sustained a remnant, that is the reason why you are still standing. അവൻ പല കെടുതിയിൽ നിന്ന് നിന്നെ വിടുവിച്ച് ഈ ദേശത്ത് കൊണ്ടുവന്നത് നീ ആ ശേഷിപ്പിനെ എണ്ണിയത് കൊണ്ടാണ്. The reason why God delivered you and He protected you and He brought you to this land is because you are part of that remnant. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ അകത്തൊരു ചൂട് പിടിക്കട്ടെ. That our spirits would be awakened today. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ in the powerful name of Jesus. അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. That every spirit of numbness, every spirit of stupor would be rebuked. മന്ഥനകളെ യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം ശാസിക്കുകയാണ്. Oh, that spiritual blindness, spiritual lameness would be rebuked in the name of Jesus. Hallelujah. 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 യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഭിഷേകത്തിന്റെ ശക്തിയാൽ ആത്മശക്തിയാൽ ആമേൻ ദൈവസഭയെ പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ. By the power of the anointing of God, by the power of the Spirit of God, that the church would be filled with the Spirit. എല്ലാ മത്സരത്തിന്റെ ആത്മാവിനെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. That every spirit of rebellion would be cast out and rebuked in the name of Jesus. That those who cry would rise up. That worshippers would rise up. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ക്ലേശങ്ങൾ, ഭാരങ്ങളൊക്കെ കടന്നു വരാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ ഒരു ദൂത് നിങ്ങൾ മറക്കരുത്. ആമേൻ. കൃപയാലുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ ശേഷിപ്പിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, മാറ്റി നിർത്തിയിരിക്കുന്നത്, മറച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ മഹത്വം കർത്താവ് വെളിപ്പെടുത്തും. കർത്താവ് വെളിപ്പെടുത്തും. കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. കർത്താവ് നമ്മളെ ഉപയോഗിക്കുമെന്ന്. കർത്താവ് നമ്മളെ ശക്തീകരിക്കും. അമ്മ നാം മുട്ടുമടക്കാതെ അമ്മ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും പ്രാപിച്ച ദൈവകൃപയ്ക്ക് വേണ്ടി വില കൊടുക്കാൻ തയ്യാറാകുക. ആമി നമ്മളെ നോക്കി എവിടെയൊക്കെയോ പറയട്ടെ, ഞാൻ ചിലരെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരാൾ ചോദിച്ചപ്പോൾ 7000 കർത്താവ് വെളിപ്പെടുത്തിയെങ്കിൽ ആമി ഞാൻ വിശ്വസിക്കും കർത്താവിൻ്റെ വരവേറ്റു അടുത്തിരിക്കുകയാണ്. ആമി കർത്താവ് നമ്മളെ മറച്ചു വെക്കുകയാണ്. കർത്താവ് നമ്മളെ ഉപയോഗിക്കും. പക്ഷെങ്കിൽ കഠിനപ്പെട്ടു പോകരുത്. ആമി മറുതലിച്ചു പോകരുത്. മനസ്സാന്തരപ്പെടേണ്ട സമയത്ത് മനസ്സാന്തരപ്പെട്ടോണം. മടങ്ങി വരേണ്ട സമയത്ത് മടങ്ങി വന്നോണം. വിട്ടുകളയേണ്ട സമയത്ത് വിട്ടുകളഞ്ഞ് ആ കൃപ നമുക്ക് ധാരാളമായി നൽകി തന്നത് മനസ്സിലാക്കി നാം ഏൽപ്പിക്കപ്പെടാമെങ്കിൽ നമുക്കതൊരു അനുഗ്രഹമായി തീരുവാനിടയായി തീരും. ആമി ഒരാഴ്ചക്കാലം ചെയ്തോടെ ജീവിപ്പം കർത്താവ് സഹായിക്കട്ടെ. 5-ാം മാസം ഒരു അനുഗ്രഹമായി തീരുവാൻ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന ദിവസങ്ങളാക്കി തീർക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.